ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വണ്ടിയുടെ ബാറ്ററിയിലേക്ക് ചാർജ് കയറുന്ന അളവിൽ ചെറിയ വേരിയേഷൻ ഉണ്ടായിട്ട് നമ്മളതിൻ്റെ കോയിൽ അസംബ്ലി കാര്യങ്ങളൊക്കെ മാറ്റിയായിരുന്നു. അതിനുശേഷം ബാറ്ററി ചാർജ് കുറവായതുകൊണ്ട് നമ്മൾ ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ചാർജ് ചെയ്തു. മിൻറ്റയുടെ ബാറ്ററിയാണ് നിലവിൽ വണ്ടിയിൽ ഇരിക്കണ ബാറ്ററി, മിൻറ്റയുടെ ബാറ്ററി കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ അതിനകത്ത് 12.83 റേഞ്ചിലേക്ക് മാക്സിമം വോൾട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ബാറ്ററി സ്റ്റാർട്ട് ചെയ്യണ സെൽഫ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ടൈം ലാഗ് കാണിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഓൾറെഡി ബാറ്ററി കംപ്ലൈൻറ്റ് ഉണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ ബാറ്ററി ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു കണ്ടീഷൻ കൂടി കാണിച്ചു തരാം. അപ്പോൾ ബാറ്ററി നമ്മൾ ടെസ്റ്റ് മോഡിലേക്ക് കൊടുത്തേക്കാണ്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ പോയ ബാറ്ററി ആയിട്ട് തന്നെ കാണിക്കണം കേട്ടോ. അപ്പോൾ ബാറ്ററി മാറ്റി പുതിയത് വെച്ചാലാണ് അത് വർക്കാവുള്ളൂ കേട്ടോ. സെൽഫ് വർക്കാവണമെങ്കിൽ ബാറ്ററി മാറ്റി പുതിയത് വെക്കേണ്ടി വരും. അല്ലെങ്കിൽ കുറച്ച് ഓടുമ്പോഴൊക്കെ എടുക്കും, പക്ഷേ കൃത്യമായിട്ട് വർക്കിംഗ് ആവില്ല. അത് ഇങ്ങനെ കംപ്ലൈൻറ്റ് എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കും കേട്ടോ. നിലവിൽ ബാറ്ററി കംപ്ലൈൻ്റ് ആണ്. ബാറ്ററി മാറ്റി വെച്ചാൽ തന്നെയാണ് 100% സെൽഫിൻ്റെ കേസ് റെഡി ആവുള്ളൂ. ഓക്കെ, ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ന്യൂട്രൽ ലൈറ്റിൻ്റെ അവസ്ഥയാണത്. കാരണം ഡിമ്മായി പോകാൻ കേട്ടോ. ആ ബാറ്ററി നമുക്ക് മാറ്റാറിൻ്റെ വേറെ ഓപ്ഷൻ ഇല്ല. ബാറ്ററി മാറ്റി കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതികളെ സെൽഫ് വർക്കിംഗ് ആയിക്കോളും. അതല്ലെങ്കിൽ സെൽഫ് ചില സമയങ്ങളിൽ എടുക്കും, ചില സമയങ്ങളിൽ എടുക്കും. ഞങ്ങൾ ഫുൾ ചാർജ് ചെയ്ത് നോക്കി, വേറെ ഓപ്ഷൻ ഇല്ല, ബാറ്ററി കംപ്ലൈൻ്റ് ആണ് കേട്ടോ.